അങ്ങനെ ചുറ്റി വെക്കട്ടെ. ഹൈ, കുഴപ്പമൊന്നുമില്ല. ഒറ്റ വലി. ഹലോ, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സ് ജപ്പാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മളുള്ളത് ആൻജോ സിറ്റിസൺ സെന്ററിലാണ്. ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ജാപ്പനീസ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു നോട്ടീസും പിടിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്, തനാബാത്ത ഫെസ്റ്റിവൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെന്താ സംഭവം എന്ന്. ജപ്പാനിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. സോ അടിപൊളിയായിരുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടോ. അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ പേരും നമ്മൾ ഏത് കൺട്രിയാണ് എന്നൊക്കെ എഴുതി വെച്ചു. കാരണം ഇത് ഫോറിനേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. പല രാജ്യക്കാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അവിടെ കുറച്ച് ബോട്ടിലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം, ടീ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കായിരുന്നു. ഇതൊക്കെ തികച്ചും ഫ്രീ ആട്ടോ. നമ്മൾ വെള്ളമാണ് എടുത്തത്. ജപ്പാനിൽ വന്നപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവരുടെ ജപ്പാൻകാരുടെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള കിമോണ വെയർ ചെയ്യണമെന്ന്. അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ആ ഒരു കാര്യം നടന്നു എന്ന്. ഞാൻ കേട്ടിരിക്കുന്നത് ശരിക്കും കിമോണോ ഒക്കെ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ റെന്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഇത് ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജിതിന് വേണ്ടിയിട്ടുള്ള കിമോണാസ് ട്രൈ ചെയ്യണം. പക്ഷെ ഒക്കെ ചെറുതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ജിതിന് കറക്റ്റായിട്ടുള്ള ഒരു സൈസ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇതാ ഏകദേശം പാകാവുന്ന ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ജിതിന്. ഇതാ ഈ പുള്ളിക്കാരി കേട്ടോ ജിതിനത് ഉടുപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. ജിതിന് പാകാണോ ഈ സൈസ്? എന്തിട്ടിട്ട് പോയാലോ ഒന്ന്? അപ്പ ഇടുന്നോക്കി ഇതാ. ആ കിരേ ഇതപ്പ അതിനിടയിൽ അവർ ഇതിന് പറ്റിയ കിമോണാസും ഇടയിൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇതിട്ട ചെരുപ്പിട്ട അതൊക്കെയില്ല ഇങ്ങനെ ചെരുപ്പ്. ഇട്ടോ. ഇത് നടന്നേ. കണ്ണാടി നോക്കിയടാ. ഇതാ കണ്ണാടി നോക്കിയതാ. അമ്പോ ഇതെന്തുട്ടി കാണേ. ഇതാരിത്?
സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ 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 സൂപ്പർ. എയ്തന്റെ കിമോണോ എയ്തന് വേണ്ടി തയ്പ്പിച്ച പോലെ ഉണ്ടായിരുന്നു. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു അവനത് കാണാനായിട്ട്. എയ്തൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, അവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അത്. സൂപ്പർ സൂപ്പർ. നടന്നേ അമ്മമ്മ വേറെ എന്തോ എടുത്തിട്ട് വരുന്നുണ്ടല്ലോ. എന്നിട്ടാ ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടാവൂല്ലേ? ഇതെന്തിട്ട് ഇതാപ്പി? ഇതിന് ഇഷ്ടായ ഇഷ്ടായ. ഹൈ ഹൈ ഏതാ ഏതാ? നിക്ക് 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 നിക്ക്. ഇതാബി നിക്കട്ടാ. അപ്പനെ ഇതിന് ഒരേപോലെ ഉണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. മാമ കേട്ടട്ടെ മാമ കേട്ടട്ടെ മാമ കേട്ടട്ടെ മാമ കേട്ടട്ടെ. എത്തിയണ്ടാ? നിക്ക് നിക്ക് അമ്മാമ കെട്ടി കഴിയട്ടെ കെട്ടി കഴിയട്ടെ. വാവ്, ഇത് സൂപ്പർ സൂപ്പർ. അടുത്തത് എന്റെ അവസരമായിരുന്നു. ഞാൻ ദേ കുറച്ച് വൈബ്രന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ യെല്ലോ ആണ് ചൂസ് ചെയ്തത്. അതിങ്ങനെ ചുറ്റി വെക്കട്ടെ. ഹൈ ഈ ഒരു വീഡിയോ കണ്ടപ്പോ പണ്ട് ഡാൻസിനൊക്കെ അമ്മ വന്ന് മുടി കെട്ടുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. അന്നൊക്കെ നല്ല ഉള്ളുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഉള്ളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇത് കുറേ മുടിയുണ്ടെന്നാണ് ഇവര് പറയണത്. പണ്ടത്തെ എൻ്റെ ലോങ് ഹെയർ ഞാൻ മിസ് ചെയ്യുന്നത് കാണുമ്പോ. കവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാട്ട് അർത്ഥം. എന്റെ കിമോണോ ഇടൽ ഏകദേശം കഴിയാറായപ്പോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരും കിമോണോ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ജാപ്പനീസ് പഠിക്കാൻ തുടങ്ങിയെങ്കിലും ഇവര് പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. ഈ ഒരു അരപ്പട്ടയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ 10-15 മിനിറ്റത്തെ പ്രയത്നത്തിന് ശേഷം എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റുബീനയും ദീപ്തിയും അവരും ട്രൈ ചെയ്തു കിമോണോ. എല്ലാവർക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ കിമോണോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലച്ചുട്ടി 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 ഇടുക്കും ഇടുക്കും ഇടുക്കും. ഇതാരിത്? വൈശാഖേട്ടനോ? വൈശാഖേട്ടൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു. എങ്ങനെയുണ്ട്? നല്ല രസല്ലേ എല്ലാരും കാണാനായിട്ട്. അങ്ങനെ എല്ലാവരുടെ കിമോണോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെയിൻ ഹാളിൽ വന്നപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. കൈയോടെ തന്നെ അവർ ആ ഫോട്ടോസ് അവിടെ നിന്ന് പ്രിന്റ് എടുത്തും തരുന്നുണ്ടായിരുന്നു. അത് ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ ഉള്ളവരൊക്കെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടായിരുന്നു. ഞങ്ങളിത് ഈ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനാണെങ്കിൽ ഈ ഒരു കൊട കണ്ടിട്ട് അതും ഇട്ട് കളി തന്നെയായിരുന്നു. അടുത്തത് നമ്മൾ മാച്ച ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ജപ്പാനില് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഒരു ആചാരമാണ് ടീ സെറിമണി. ചനോയു അല്ലെങ്കിൽ സാഡോ എന്നാണ് ഈ ഒരു ജാപ്പനീസ് ചായ സൽക്കാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു ടീ സെറിമണീനെ അറിയപ്പെടുന്നത്. ഇവർക്ക് ഇത് വെറും ഒരു ചായ കുടിക്കൽ മാത്രമല്ല, അതിനപ്പുറം ഐക്യം, ബഹുമാനം, വിശുദ്ധി, ശാന്തത എന്നിവയൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തൊരു ആചാരമാണിത്. ശരിക്കും ഇവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഈ ഒരു സെറിമണി നടത്തുക തത്താമി ഫ്ലോറിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഫോറിനേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയ രീതിയിൽ ഇത് ചെയ്യുന്നുള്ളൂ. ഈ ഗ്രീൻ കളർ പൊടിയിന് ഇവിടെ പറയാ മാച്ച എന്നാണ്. അത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് നമുക്ക് തരിക. അവര് കലക്കട്ട ചെയ്താ കലക്കിയിട്ട് തരും. ജാപ്പനീസ് മാച്ച ടീ സെറിമണിക്ക് മുന്നായിട്ട് അവർ സ്വീറ്റ്സ് കൊടുക്കും. മാച്ചയ്ക്ക് ഓൾറെഡി കയ്പ്പാണ്, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്വീറ്റ് കൊടുക്കുന്നത്. ഈ സ്വീറ്റ്സ് തന്നെ 2 തരത്തിലുണ്ട്, ഹിഗാഷി ആൻഡ് ഒമോഗാഷി. ഹിഗാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്വീറ്റ്സ്, ഒമോഗാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിസ്റ്റ് സ്വീറ്റ്സ്. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഒമോഗാഷിയാണ്. അതിൽ തന്നെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഈതന അത് കിട്ടണമെന്ന് പറഞ്ഞ് ബഹളായിരുന്നു. അപ്പൊ ഈതന ആദ്യം തന്നെ വെച്ചു കൊടുക്കാണ്. എനിക്ക് പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ.
കയ്പ് നീര് കുടിക്കുന്നില്ല. വേണ്ട വേണ്ട. കുഴപ്പമൊന്നുമില്ല. ഒരൊറ്റ വലി വലിക്കാവൂട്ടാ. എങ്ങനെയുണ്ട്? ഓക്കെ. ലച്ചുട്ടി കുടിക്ക്. ലച്ചുട്ടിക്ക് ഇഷ്ടായില്ല? പക്ഷെ കുടിച്ചോ? എങ്ങനെയുണ്ട് സ്വീറ്റ്? പക്ഷെ എനിക്ക് കിട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വേറൊരു സാധനം, അത് വേറൊരു സാധനം. ഒന്നും ഇല്ലടി, കുഴപ്പമില്ല. പക്ഷെ മോരുടെ എക്സ്പ്രഷൻ കിട്ടറായിരുന്നു. ഞാൻ അവിടെ കണ്ടു. ഒരു പ്രാവശ്യം കൂടി കുടിച്ചു നോക്കൂ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടു. എനിക്ക് പൊതുവെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനും അത് അവിടെ നോക്കി പഠിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ പറച്ചില് മാത്രമുള്ളല്ലേ. ആദ്യം എനിക്കൊരു ചമ്മലായിരുന്നു കളിക്കാനായിട്ട്. കാരണം അവിടെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ് മൊത്തം അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നത്. ഇതെന്തിട്ട് നീ കാണിക്കണേ? കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും കൂടി വന്നു. അപ്പൊ പിന്നെ നല്ല രസമായിരുന്നു. എല്ലാരും കൂടിയായിരുന്നു പിന്നെ കളിച്ചോണ്ടിരുന്നത്. ഇത് ട്രഡീഷണൽ ജാപ്പനീസ് ഡാൻസ് ഫോം ആണ്. ഇതിന്റെ പേര് ബോൺ ഡാൻസ് അല്ലെങ്കിൽ ബോൺ ഒതോരി എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും കളിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഡാൻസ് ഒക്കെ എൻജോയ് ചെയ്യ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഫെസ്റ്റിവലിന്റെ പേര് തനാബാത്ത ഫെസ്റ്റിവൽ എന്നാണ്. ഇതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമുക്കൊന്ന് കേട്ടാലോ. ആകാശ രാജാവിന് സുന്ദരിയായിട്ടുള്ളൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് ഒരിഹിമ. നൂൽ നൂൽക്കുന്ന ജോലിയാണ് അവൾ ചെയ്തിരുന്നത്. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ ഹിക്കോബോഷി എന്ന് പറയുന്ന ഒരു പശുപാലകനായിട്ട് രാജാവ് അവളുടെ വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ വിവാഹത്തിന് മുമ്പ് അവരവരുടെ ജോലികളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്തിരുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ അവരവരുടെ ജോലിയൊക്കെ മറക്കാനിടയായി. അവരെക്കുറിച്ച് പല പരാതികൾ വന്നു തുടങ്ങി. ഇതൊക്കെ രാജാവിൻ്റെ ചെവിയിലെത്തി. രാജാവിന് വളരെ ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഇവരെ രണ്ടുപേരെയും ആകാശത്തിൻ്റെ ഇരുവശത്തേക്ക് വേർപിരിച്ചു. വേർപിരിഞ്ഞതോടെ ഒരിഹിമയും ഹിക്കോബോഷിയും വളരെ സങ്കടത്തിലായിരുന്നു. അവരവരുടെ ജോലികളിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പരസ്പരം കാണാത്തതുകൊണ്ട് അവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇത് രാജാവിന് മനസ്സിലായി. അങ്ങനെ രാജാവ് അവർക്കൊരു ഇളവ് നൽകാണ്. എല്ലാ വർഷവും 7-ാം മാസത്തിലെ 7-ാം തീയതി അവർക്ക് പരസ്പരം കണ്ടുമുട്ടാനായിട്ട് ഒരവസരം രാജാവ് ഒരുക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ജൂലൈ 7-ാം തീയതിയാണ് ഇവിടെ തനാബാത്ത ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഒരിഹിമയും ഹിക്കോബോഷിയും റെപ്രസെന്റ് ചെയ്യുന്നത് 2 സ്റ്റാർസിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് തനാബാത്ത ഫെസ്റ്റിവൽ സ്റ്റാർ ഫെസ്റ്റിവൽ എന്നും കൂടി അറിയപ്പെടുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ആകാശത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജൂലൈ 7-ാം തീയതി ഇവിടെ മഴ പെയ്യല്ലേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. മഴ പെയ്താൽ അവർക്ക് ഒരുമിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി ഒരു മുളക്കമ്പിൽ തൂക്കിയിടുന്ന ഒരു ആചാരം അവർക്കുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിഷ് നടക്കില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്.
എന്തായാലും ഈ വർഷം ജൂലൈ 7-ന് ഇവിടെ മഴ പെയ്തില്ലായിരുന്നു. അപ്പോൾ ഒരിഹിമയും ഹിക്കോബോഷിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അല്ലേ? ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു മാസമായിട്ട് ജാപ്പനീസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുന്നവർ. അവിടെയുള്ള ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്ത ഇവൻ്റാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-30 പേരെ മാക്സിമം ഈ ഒരു ഇവൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ തനാബാത്ത ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഗെയിം സെക്ഷൻ ആയിരുന്നു. ബിങ്കോ ആണ് നമ്മൾ കളിച്ചത്. ഇവരുടെ ഒരു മെയിൻ ഗെയിമാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിങ്കോ. ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാണ് ആള്. ഇല്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആ കുട്ടിക്കാണ്, ആ തട്ടിട്ട കുട്ടിക്കാണ്. അപ്പോഴാണ് മനസ്സിലായത് അവരവിടെ ഒരുപാട് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുക്കാന്നുള്ളത്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്ക് കിട്ടി തുടങ്ങി. ഇഷ്ടമുള്ളത് എടുക്കാല്ലേ? ഈശോ, എന്തെടുക്കണ്ടേ ദീപ്തി? സംശയത്തിലാണോ? എല്ലാവരുടെ വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് എൻ്റെ കുറെ നമ്പേഴ്സ് മിസ്സായിരുന്നു. എനിക്ക് ലാസ്റ്റാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയത്. ഇതാട്ടോ ഞാൻ അടുത്ത ഗിഫ്റ്റ്. എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. പോയി ഇതിലൊന്നും നോക്കി നമ്പർ ഞാൻ വീഡിയോ കോട്ട എടുത്തോന്നാ. ഇതിന് കോട്ട വൈശാഖേട്ടന് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരൂ. വൈശാഖേട്ടന് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരൂ. ഇവിടെ എല്ലാം അടിച്ചു പറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തില്. ഇത് എൻ്റെ അമ്പു. ഓക്കെ നെക്സ്റ്റ് 2 കവറ് ദീപ്തിയിടയിലുണ്ട്. ഇനി അടുത്ത് റൊബീന. ശരിക്കും മുതലാക്കിയത് റൊബീനയാണ്. ഒരു കോഫി മേക്കറും. അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അടുത്ത വർഷവും ഇവിടെ ഈ ഒരു ഇവന്റ് നടത്തും, അപ്പൊ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.